വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്, നീ വന്നിരിക്കാമോ എന്റെ കോമള മുഖത്ത്. അപ്പോൾ നമ്മുടെ സൂപ്പർ മീറ്റിയോർ വീണ്ടും കയ്യിൽ വന്നേക്കുവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ അർബൻ ലോക്കോമോട്ടീവിൽ നിന്ന് വീണ്ടും നമ്മൾ അടുത്ത റൈഡ് പോവുകയാണ്. ആൻഡ് ദിസ് റൂട്ട് ഈസ് സംതിങ് സ്പെഷ്യൽ, വളരെ വളരെ സ്പെഷ്യലാണ്. ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ വാൽപ്പാറയിലാണ് ടു എക്സ്പീരിയൻസ് ദ മൺസൂൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മഴ തുടങ്ങിയിട്ടുണ്ട്. മഴയൊന്ന് ശരിക്കൊന്ന് നനയാനായിട്ട് നമ്മുടെ അർബൻ ലോക്കോമോട്ടീവിൻ്റെ ഒപ്പം നമ്മുടെ എന്താ പറയുക ഒരു 6-7 പേരുണ്ട്. നേരെ വാൽപ്പാറയിലേക്ക് പോവാണ്. അത് നമ്മുടെ മലക്കപ്പാറ വഴിക്ക് തന്നെയാണ് പോകുന്നത്. എന്തായാലും പൊളിയായിരിക്കും എന്ന് തോന്നുന്നു. ഉച്ചയ്ക്ക് ശേഷം എന്തായാലും ഇപ്പം മഴയില്ല, അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് മഴ പെയ്യാനുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട്. മഴയും പ്രതീക്ഷ ഇറങ്ങിയതാ, നല്ല വെയിലാണ്, മാറുമായിരിക്കും, നല്ല ക്ലൈമറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു റൂട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും, ഭയങ്കര രസമാണ്. ആ ഒരു കാടും പച്ചപ്പും ഒക്കെ ഇവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും, പൊളിയാണ്. ഉണ്ടോ, നല്ല കലക്കം പച്ചപ്പായിട്ടില്ലേ, മഴയൊക്കെ കിട്ടി തുടങ്ങിയല്ലോ. അപ്പോൾ എന്തായാലും പച്ചപ്പും നൈസായിട്ട് കയറും. നമ്മുടെ യാസിക്ക പുറകിലിരുന്ന് വീഡിയോസ് എടുക്കുന്നുണ്ട്, കലക്കം പച്ചപ്പായിട്ടുണ്ട്. ഇത് ആനയുടെ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ, ആനയൊക്കെ ഏത് സമയം വേണമെങ്കിലും വരാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ ഇൻ കേസ് ആന ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബോർഡുണ്ട്, ഈ ഒരു ബോർഡിൽ നമുക്ക് അതിൻ്റെ വാണിംഗ് കിട്ടും. അത് കലക്ക സാധനമാണത്. അത് ഇവിടെ സ്ഥിരം ആന ഇറങ്ങുന്നൊരു സ്പോട്ടുണ്ട്. ആൻഡ് ഒരു വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, എൻ്റെ കയ്യിലിരിക്കുന്ന സൂപ്പർ മീറ്റിയോറുമായിട്ട് ഞാനൊരു ഹൈവേ അല്ലാണ്ട് ഒരു ഗഡ് സെഷൻ ഓടിക്കുകയാണ്. ഒരു വേറെ കൈൻഡ് ഓഫ് ഫീലാണ്. ഇപ്പോൾ ഓക്കെയാണ്, ആസ് ഓഫ് നോ വലിയ കുഴപ്പമില്ല, പിൻ ബിൻസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് റോഡ് മോശമാകുമ്പോൾ ഇവൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്, ഇവൻ എങ്ങനെയാണ് പെർഫോം ചെയ്യാന്നുള്ളത് എനിക്കറിയത്തില്ല. എത്രത്തോളം കിടത്തിയാൽ തട്ടും എവിടെ മുട്ടും ഒന്നും എനിക്കറിയില്ല. നമ്മളന്ന് ഇടുക്കി വഴിയാണ് ധനുഷ്കോടി പോയത്. പക്ഷേ അന്ന് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് കിടത്തിയായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തായാലും ഓവർ കോൺഫിഡൻസ് കടിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് ഈ റോയൽ എൻഫീൽഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ അർബൻ ലോക്കോമോട്ടീവിൻ്റെ ഒരു മെയിൻ ഇഷ്ടമുള്ളൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻ്റ്ലി ഉള്ള ഈ ഒരു റൈഡ്സാണ്. ആ ഒരു സംഭവം ഭയങ്കര അടിപൊളിയാണ്. ഈ ഒരു സ്പോട്ടിലാട്ടോ സ്ഥിരം ആന ക്രോസ് ചെയ്യാറുള്ളത്. ഇവിടുന്ന് എപ്പോഴും ആന ക്രോസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ആന ക്രോസിങ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് വാണിംഗ് കാണിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നമ്മുടെ അർബൻ ലോക്കോമോട്ടീവ് ആലുവയിലുള്ള ഷോറൂമിൽ ഇടയ്ക്ക് ഇതുപോലുള്ള ഫ്രീക്വൻറ്റ് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഓടിക്കുന്ന ബൈക്ക് അടക്കം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ അർബൻ ലോക്കോമോട്ടീവിൽ കോൺടാക്ട് ചെയ്താൽ മതി. സീംസ് ലൈക്ക് ഇവിടെ ആനയുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് ഞാൻ ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അവിടെ ഇല്ല. പിന്നെ ഈ ഒരു റൂട്ടിൽ ഞാൻ ഇഷ്ടംപോലെ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ഇവൻ ദോ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ ഫീലാണല്ലോ. ഇതുപോലെ പാച്ചസ് ഉള്ള റോഡിൽ ഇവൻ ഇച്ചിരി ഷോക്ക് കേട്ടോ, കാരണം നല്ല രീതിയിൽ അടി കിട്ടുന്നുണ്ട്. കണ്ടോ, അതിൻ്റെ സൗണ്ട് തന്നെ മാറുന്ന കേട്ടോ. നല്ല റോഡ് വരുമ്പോൾ കുഴപ്പമില്ല, മോശം റോഡ് വരുമ്പോഴത്തേക്കും കിറുകിറാന്ന്. ഇത് പിന്നെ വളയ്ക്കുന്നതിനേക്കാളും കിടത്തുന്നതിനേക്കാളും കൂടുതൽ കൗണ്ടർ സ്റ്റിയറിംഗ് ആണ്. ഫുൾ ഓപ്പോസിറ്റിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ടാണ് ഈ ഒരു വണ്ടി വളയ്ക്കുന്നത്. ഒരു ലെയ്ലാൻഡൊക്കെ ഓടിക്കുന്ന ഫീല് ഞാൻ കളിയാക്കിയതല്ല, ആ ഒരു മാസീവ് ഉണ്ടല്ലോ, ആ മാസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഭയങ്കര മാസീവാണ് വണ്ടി, പെർഫോമൻസ് ആണെങ്കിലും കാണാനാണെങ്കിലും. റോക്കറ്റാണ് ഇത്, മറ്റൊരു സന്തോഷം. ഇതാണ് നമ്മുടെ ഇന്നത്തെ യാത്രയിലെ ആദ്യത്തെ ഹെയർപിൻ. ഇനി അങ്ങോട്ട് ഹെയർപിന്നോ ഹെയർപിന്നാ. അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും കേട്ടോ, ഒരു സൺഡേ ആണ്. അപ്പോൾ എന്തായാലും ഒബിയസ്ലി നമ്മുടെ വിനോദസഞ്ചാരം അല്ല എന്താണ് ഉല്ലാസയാത്രയ്ക്ക് വന്ന KSRTC ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. എവിടെ നിന്ന് വന്ന ഏകദിന കാനന യാത്ര മലക്കപ്പാറ, അടിപൊളിയാണ്. മഴ സമയത്തൊക്കെ ആണെങ്കിൽ KSRTCയിൽ അതിരപ്പള്ളി മലക്കപ്പാറ യാത്ര ഒരു 1.5 ഫീലായിരിക്കും. അതിലും ഫീലാണ് ബൈക്കിൽ പോകുന്നത്, അത് വേറെ കാര്യം. നമ്മളെല്ലാ വൈബും പിടിക്കണമല്ലോ. കുറച്ച് പതിയെ പോയിട്ടെ കുറച്ച് പട്ടി ഷോ കാണിക്കാം, ആൾക്കാരൊക്കെ നോക്കട്ടെ. അതേ വരുന്നു നമ്മുടെ ആനവണ്ടി. ഇതും ഉല്ലാസയാത്രയാണോ? ഇതും ഉല്ലാസയാത്രയാട്ടോ. ഫുള്ള് തിരക്കാ, വെറുപ്പിക്കും എന്നാണ് തോന്നണേ. അപ്പോൾ ഇനി സൂപ്പർ മീറ്റിയോറിൻ്റെ പെർഫോമൻസ് നമുക്ക് അറിയാം എങ്ങനെയുണ്ട് ഇതുപോലെയുള്ള റോഡിലെന്നുള്ളത്.
ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രെയിം എന്ന് പറയുന്ന ആ ഒരു ലൊക്കേഷൻ. വേറെ മോഡാണ്, പൊളിയാണ് ഈ ഒരു ലൊക്കേഷൻ. ആൻഡ് ദിസ് ഫ്രെയിം, ബ്യൂട്ടിഫുൾ ഫ്രെയിം അല്ലേ, എന്താ അടിപൊളിയാന്ന് നോക്കി. ദിസ് ഈസ് സംതിങ് സ്പെഷ്യൽ. ഇവിടെ നിന്നാണ് ആ ഒരു ഹെവൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെ ഞാൻ പേരിടുന്നു ഹെവൻസ് ഗേറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെവൻസ് ഗേറ്റ്. ഇത് ഇവിടെ എവിടെയെങ്കിലും ചവിട്ടാനുള്ള പരിപാടിയായിരിക്കും. സേട്ടൻ തീരുമാനിച്ചിട്ടില്ല ഏത് വഴിക്കാണ് പോവേണ്ടതെന്ന്. ഓ എന്താ മോനെ, രക്ഷയില്ലല്ലേ, അടിപൊളിയായിട്ടില്ലേ. ബാക്ക് ലൈറ്റിങ്ങും അതുപോലെ തന്നെ ഈ ഒരു മഴയൊക്കെ കിട്ടിയിട്ട് അത്യാവശ്യം നല്ല പച്ചപ്പായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് അല്ലേ, അടിപൊളി. അസിക്കുള്ളത് കാരണം റീൽസിനും വീഡിയോസിനും ഒന്നും ഒരു കുറവില്ല. നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടും. പുറകിലിരുന്ന് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തലറങ്ങും. കാരണം ഈ ഒരു ഗഡ് സെഷനിലൊക്കെ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നിന്ന് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും കിളി പോവും. ആരും ഉറങ്ങാറില്ല, അറിയാലോ. ഒരു റൈഡിൻ്റെ തലേ ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ആകാംക്ഷ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അയ്യോ, അത് കാരണം നമുക്ക് ഉറങ്ങാനേ പറ്റത്തില്ല. എൻ്റെ ശിവനെ, എന്താ സംഭവിച്ചത്? ആൻഡ് ഫൈനലി നമ്മൾ എന്താ പറയുക, ഇരുട്ട് കുത്തി കിടക്കുന്ന കാട്ടിലേക്ക് കയറുവാട്ടോ. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റ് ഒരിക്കലും എനിക്ക് താല്പര്യമില്ല. ആ ഒരു ഇരുട്ടിങ്ങനെ, ആ ഒരു ഡാർക്ക് ഷെയ്ഡ് പിടിച്ച് കിടക്കുന്ന കാടിങ്ങനെ മഴ പെയ്ത് തോർന്ന് ആ ഒരു വെറ്റായിട്ടുള്ളൊരു ഫോറസ്റ്റ് ഏരിയ ഉണ്ടല്ലോ, അത് സംതിങ് ഡിഫറെൻറ്റ്. ആ ഒരു ഫീൽ കിട്ടുന്നൊരു ഫോറസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ മലക്കപ്പാറ ഫോറസ്റ്റ്, പിന്നെ ഗവിയൊക്കെയാണ്. ആ ഒരു കാടിൻ്റേതായിട്ടുള്ളൊരു മണവും ആ ഒരു ഇരുട്ട് കുത്തി കിടക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. വാഴച്ചാൽ എത്താറായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബൈക്കിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തേച്ചും വേണം നമുക്ക് മേളിലേക്ക് കയറാനായിട്ട്. 2 മണിക്കൂറാണ് നമുക്ക് അവിടെ നിന്ന് ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മുടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് വരെയുള്ള ആ ഒരു ടൈമെന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് വേറെ വേറെ ലെവൽ ലോകമാണ്. ഇവിടെയാണ് നമ്മുടെ പേര് ഡീറ്റെയിൽസൊക്കെ കൊടുക്കേണ്ടത്. അല്ല, മലക്കപ്പാറ പോകാൻ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ നമ്മുടെ ചെക്ക് പോസ്റ്റ് കിടക്കാൻ പോവുകയാണ്. ഒരു ജുറാസിക് പാർക്കിലേക്കൊക്കെ കയറുന്നൊരു ഫീലല്ലേ. ഓക്കെ അല്ലേ, പോവല്ലേ? അപ്പോൾ വെൽക്കം ടു ദ ഹെവൻ. ഈ വാഴശാല വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈ മറ്റേ ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന ബസ്സെല്ലാം ഇവിടെയാണ് ചവിട്ടാറ്. ഈ വാഴശാല അതിരപ്പള്ളി ഭാഗത്തൊക്കെ ഇപ്പോൾ ഒരുപാട് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഒരു കാടിൻ്റെ അകത്തേക്ക് ട്രക്കിങ്ങോ ജീപ്പ് സഫാരിയോ എന്തൊക്കെയോ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ നമ്മൾ മഴയത്ത് കാട് കാണാനായിട്ട് വന്നേക്കുവാണ് നമ്മുടെ സൂപ്പർ മീറ്റിയറുമായിട്ട്. പക്ഷേ ഇത് കാടിൻ്റേതായിട്ടുള്ളൊരു വൈബ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും വണ്ടി ഉള്ളത് കാരണം അതിൻ്റെ സൗണ്ടായിരിക്കും കൂടുതലും നമ്മുടെ എന്താ പറയുക കയറി നിൽക്കുന്നത്. ഒറ്റയ്ക്കൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ കാടിൻ്റേതായിട്ടുള്ള സൗണ്ടൊക്കെ എൻജോയ് ചെയ്തായിരിക്കും പോകുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് കാഷ്വലി റൈഡ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ആ മഴ പെയ്താലേ ഇതിൻ്റെ ഒരു ഭംഗിയും കോടയും വരത്തുള്ളൂ. വളരെ ശ്രദ്ധിക്കണം. ഓപ്പോസിറ്റൊക്കെ വണ്ടി ജെറ്റ് ഇട്ടാണ് വരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വണ്ടികളുണ്ട്. ആന നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ. ഇതാണ് നമ്മുടെ ആ ഇരുമ്പ് പാലം. ഇവിടെ ഇത് ഒരുപാട് സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അടിപൊളിയല്ലേ? പക്ഷെ വെയിലായിപ്പോയി. മഴ പ്രതീക്ഷ വന്നത് ഇത് ഇവിടെ നിന്നേ കരിഞ്ഞുണങ്ങി പോകേണ്ട അവസ്ഥയാണ്. എനിക്ക് എഴുന്നേറ്റ് നിന്ന് ഓടിക്കണം. ഈശ്വര, ഓരോ വളവിലും ആനയെ പ്രതീക്ഷ വേണം പോകാനെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ ഇപ്പോൾ ആന ഇറങ്ങുന്നുണ്ട്. പലരും ആനശല്യം എന്നൊക്കെ പറയുന്നുണ്ട്. ആനശല്യമല്ല, നമ്മളാണ് ആനയ്ക്ക് ശല്യം. അവരുടെ കാട്ടിലേക്ക് കയറിയിട്ട് നമ്മൾ ആനശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിട്ട്. പിന്നെ ആന വയലൻ്റാണ്. വീഡിയോസ് കാണാമല്ലോ. നമ്മൾ ആനയ്ക്ക് ലഡു കൊടുക്കാൻ പോകുന്നു, പഴം കൊടുക്കാൻ പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ കാടിൻ്റേതായിട്ടുള്ളൊരു മണവും ആ ഒരു ഇരുട്ട് കുത്തി കിടക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. നമ്മുടെ പണ്ടത്തെ കുടജാദ്രിയിൽ കുട ചൂടുമ്മ എന്ന് പറഞ്ഞാൽ ആ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ടിലെ വിഷ്വൽസ് ആയിരുന്നു ശരിക്കും ഞാൻ ആദ്യമായിട്ട് കാണുന്ന കാടെന്ന് പറയുന്നത്. അത് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു പിന്നീടുള്ള, കാരണം കുട്ടിക്കാലത്ത് കാണുന്ന ഒരു പാട്ടാണല്ലോ അത്. അപ്പോൾ അതിൽ ഇവിടുത്തെ വിഷ്വൽസ് തന്നെയാണ് അവർ ഷൂട്ട് ചെയ്തേക്കുന്നത്.
സ്റ്റിൽ ഇപ്പോഴും വൈറലാണ് ആ പാട്ട്. ഒന്നും കാണാനുള്ള ചാൻസ് തീരെ കുറവാണ്, കാരണം ഇത്രയും വണ്ടികൾ പോകുമല്ലേ, അപ്പോൾ ഒബ്വിയസ്ലി ചാൻസ് വളരെ വളരെ കുറവാണ്. പക്ഷേ ഇവിടെയെല്ലാം പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമായിരുന്നെന്ന് വിചാരിച്ചേ. കാറിലിങ്ങനെ AC ഒക്കെ ഇട്ട് ചില്ലൊക്കെ അടച്ചിരുന്ന് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല സുഹൃത്തുക്കളെ. നിങ്ങൾ ആ ചില്ലൊക്കെ ഒന്ന് താഴ്ത്തണം, എന്നിട്ട് വേണം ഈ കാട് കാണാനായിട്ട്. ഓ എൻ്റെ മോനെ, ഇത് ഇവിടെയൊക്കെ വീതി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വീതി കൂട്ടി, ഇവിടെ ആനപ്പിണ്ടുണ്ട്. ഇതൊക്കെ അതെ ഉരുട്ടി വെച്ചേക്കുന്നുണ്ടോ ആന. രാവിലെ വന്ന് അപ്പിയൊക്കെ ഇട്ടിട്ട് പോയേക്കുവാണ് ആശാൻ. ഇവിടെയൊക്കെ മെഴുകിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഇവിടെയാണ് നമ്മുടെ പുളിയിലെ പാറ. അത് ഇവിടെയൊക്കെ വീതി കൂട്ടിയിട്ടോ, നൈസ്. ഇത് അങ്ങ് അറ്റം വരെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ. ആനയുണ്ടല്ലേ, ആനയുണ്ടെന്ന്. പൊളി. രാവിലെ ഇറങ്ങിണ്ടായാ? റോട്ടിലാണോ? അടിപൊളി. ആനയോ എവിടെ? എന്താ അല്ലേ പാറ്റൻ ടാങ്ക്. ഈ ഒരു റൈഡിൽ നമ്മൾ സ്റ്റേയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു പോകുന്നു എന്നത് മാത്രമേ ഉള്ളൂ. നല്ല നിരാശയുണ്ട്. മഴയും കൂടെയും പ്രതീക്ഷ വന്നിട്ടിപ്പോൾ വെയിൽ കാണിക്കേണ്ടി വന്നതിൽ ഐ എം സോ സോറി. കാരണം ക്ലൈമറ്റ് ഓൾറെഡി മാറിയായിരുന്നു, പക്ഷേ അതിതുവരെ നമുക്ക് അണ്ണാക്കിലീച്ച് പോയി. ഇവിടെയൊക്കെ ആനയെ കാണാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാട്ടോ. വലിയ വലിയ വണ്ടികളൊക്കെയാണ് വരുന്നത്. 49 സീറ്റിൻ്റെ ബസ്സൊക്കെയാണ് ഇപ്പോൾ ഇതിലേ വരുന്നത്. നേരത്തെ KSRTC മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ട്രാഫിക് കൂടുന്നതനുസരിച്ചിട്ട് വൈൽഡ് ലൈഫ് പ്രസൻസും കുറയാൻ ചാൻസ് ഉണ്ട്. ആന ഇപ്പോൾ കുറച്ച് അഗ്രസീവാണ്. നാട്ടിൽ ആനയായിട്ട് മറ്റേ നാട്ടിലെ പട്ടിക്കുട്ടീനെയും ആനേനെയൊക്കെ കാണുന്ന പോലെ പാപ്പത്തിൻ്റെ കൈകൊട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ആരാ ആരോടെ ആരാ 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 ആരുമില്ല? ആരുടെ എങ്കിൽ ഇന്നലെ ഒരു വീഡിയോ ഇതേ കണ്ടേ ഉള്ളൂ. ആനയ്ക്ക് ലഡുവോ പഴമോ എന്താണ്ട് കൊടുക്കാനായിട്ടൊരു കിളി ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങി ഓടിയേക്കുന്നു. എന്തോ പറയാൻ. ഈ രണ്ട് സൈഡിലും ഇല്ലിക്കാടല്ലേ. ഈ ഇല്ലിക്കാടിൻ്റെ ഉള്ളിൽ ഇവൻ മാത്ത് വെപ്പുണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ പാത്ത് വെപ്പുണ്ടാവും. ഒരു ദിവസം ഞാനിങ്ങനെ പോയപ്പോഴത്തേക്കും കണ്ടായിരുന്നു. നമ്മളിപ്പം ഇപ്പോൾ നമ്മുടെ റോയൽ എൻഫീൽഡിലെ ഒരു ഇതുള്ള എല്ലാ ബൈക്സും ഉണ്ട് കേട്ടോ. എല്ലാ ജനറേഷനും ഉണ്ട്. നമ്മുടെ ഹിമാലയൻ 450, പുറകിലായിട്ട് നമ്മുടെ 411 ഉണ്ട്, സ്ക്രാം ഉണ്ട്, ഹണ്ടർ ഉണ്ട്, പിന്നെ അതേ നമ്മുടെ ദ ലെജൻഡ് അരുണുല്ലാസ് ഓടിക്കുന്ന സൂപ്പർ മീറ്റിയോർ 650 ഉണ്ട്. പിന്നെ ഏതാ ഷോർട്ട് ഗൺ ഇല്ല. ഷോർട്ട് ഗൺ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഈ ഒരു ഏരിയ കണ്ടോ, ഈ ഒരു ഏരിയ ശ്രദ്ധിച്ചോ. നമ്മുടെ സോളോയിൽ ഒരു സൈക്കിൾ ആക്സിഡൻ്റ് ആവുന്ന സീനുണ്ട്. അത് ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. എങ്ങനെയുണ്ട് സോളോ ഫിലിമിൽ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തിയേ വന്നില്ല എന്ന് ആലോചിച്ച് നിൽക്കുമായിരുന്നു. കയറിപ്പോം ഇവിടെയൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ സമ്മതിക്കാത്തതാണ്. അയ്യോ പട്ടി, ഓടാ പട്ടി. ഇങ്ങനെ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരു പുലി ഇങ്ങനെ നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പോയിട്ട് നീ പോയാൽ മതി എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അല്ലേ, നൈസായിരിക്കും. അതിരപ്പള്ളിയിൽ പമ്പുണ്ട്. അതിരപ്പള്ളിയിൽ നിന്ന് ഫ്യൂവൽ ഫില്ല് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് കയറാനായിട്ട്. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഫ്യൂവലോ ഒരു തേങ്ങയും എവിടെയും കിട്ടത്തില്ല. പിന്നെ വണ്ടിയാണെങ്കിലും നല്ല കണ്ടീഷനായിട്ടുള്ള വണ്ടിയായിട്ട് വേണം ഇതിനകത്ത് കയറാനായിട്ട്. ഇതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ പെട്ടത് തന്നെയാണ്. പിന്നെ ഫോറസ്റ്റുകാർ മാത്രമേ ഹെൽപ്പ് ചെയ്യാനുണ്ടാവുള്ളൂ. പിന്നെ പാടാണ് ഇവിടെ പെട്ടാൽ മിക്കപ്പോഴും. ഇപ്പോൾ നിങ്ങൾ വാൽപ്പാറ സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ വാൽപ്പാറയിൽ നിന്ന് പമ്പുണ്ട്, അവിടെ നിന്ന് ഫില്ല് ചെയ്തിട്ട് വേണം വരാനായിട്ട്. പിന്നെ മലക്കപ്പാറയിൽ ബ്ലാക്കിൽ കിട്ടും പെട്രോള്. പക്ഷെ നിങ്ങൾ അത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണ്ട. കാരണം അവിടെ പിന്നെ വേറൊരു കാര്യം, ഗൂഗിൾ പേയോ കാര്യങ്ങളോ ഒന്നും വർക്ക് ചെയ്യത്തില്ല. ലിക്വിഡ് ക്യാഷ് തന്നെ കൊടുക്കേണ്ടി വരും. എപ്പോഴും ഈ ഒരു കാർഡിലേക്ക് വരുന്ന സമയത്ത് ലിക്വിഡ് ക്യാഷ് കയ്യിൽ കരുതുക. ചെറിയൊരു കോഡ് കാണുന്നുണ്ടോ, കോടയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇവിടെയൊക്കെ ടാർ ചെയ്തിട്ടുണ്ടല്ലോ, റോഡ് മോശമെന്നൊക്കെയാണ് പറഞ്ഞിട്ട്. അയ്യോ ഫീൽ വേറെ ലെവൽ ഫീൽ ഇവിടേക്ക് എത്തിയപ്പോൾ.
നല്ല ഒരു അടിപൊളി ഡ്രൈവർ ചേട്ടനാ ബസ്സിലുള്ള. എനിക്ക് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഏരിയ കേട്ടോ ഇത്. ഇവിടെയാണ് നമ്മുടെ കബാലി തകർക്കുന്ന ഏരിയയാണിത്. കബാലിയുടെ മെയിൻ സ്പോട്ടായത്. ഇതുവരെയും റോഡൊന്നും സീനില്ല, അടിപൊളിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പാച്ച് വർക്കൊക്കെ ചെയ്ത് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഫീൽ ഇറ്റ്. ശരിക്കും ലിറ്ററലി ആ ഒരു ഹാപ്പിനെസ് തിരിച്ചു കിട്ടിയ ഫീലാണ് ഇവിടെ. റോഡ് സൂപ്പറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണെന്ന്. എന്തായാലും അടിപൊളി. ശരിക്കും ഇതുപോലെ കപ്പിൾസൊക്കെ ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ, ഈ യാത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന രണ്ടുപേരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതേ വീട്ടിൽ എൻജോയ്. കാറിലിരുന്ന് നോക്കുന്നുണ്ട്, ആരാണാവും ആരാണത് ഒരെണ്ണങ്ങള്. അപ്പോൾ ഇന്ന് എന്താ ഈ ക്ലൈമറ്റ് എന്ന് അറിയില്ല. ഇന്നലെ വരെ കണ്ട റീലിലെല്ലാം ഇവിടെയൊക്കെ കോട മൂടി മഴയൊക്കെ പെയ്ത് ആകെ സുങ്കാങ്കിയായിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഐ മിസ് ദാറ്റ് ക്ലൈമറ്റ്. മാത്രമല്ല ഈ ഒരു റോഡുണ്ടല്ലോ, ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ ആനയൊന്നുമില്ല അല്ലേ, ഇവിടെ സൈഡിലൊന്നും ആനയൊന്നും കാണുന്നില്ല. പക്ഷേ ഒന്നാമതേ നമ്മളൊരു കുഴിയിലായിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ബൈക്കിൻ്റെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ കാറിൻ്റെ ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും ആനയെ സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളീ പോകുന്ന റോഡിൻ്റെ താഴത്തായിട്ട് ആന നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഈ കുറ്റിക്കാട് പോലെ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ആന നിൽക്കാറുണ്ട്. ഞാൻ ബസ്സിൽ പോയപ്പോഴാണ് ഞാനത് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കാറും ബൈക്കും അല്ലാതെ ഒരു പ്രാവശ്യമെങ്കിലും മലക്കപ്പാറ റൂട്ടിൽ ബസ്സിൽ എൻജോയ് ചെയ്യണം. ബസ്സിലൊരു റൈഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാടിൻ്റെ വേറൊരു പേഴ്സ്പെക്റ്റീവ് നമുക്ക് കിട്ടും. സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്, നല്ല രസമാണ്. നമുക്ക് പിന്നെ സേഫായിട്ടിരുന്ന് എൻജോയ് ചെയ്യാനും പറ്റും. കാറും ബൈക്കും ആകുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവും. ആന ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും. ബസ്സിലും ആ ഒരു ടെൻഷൻ ഉണ്ട്. പക്ഷേ എന്നാലും ബസ് ഈസ് സേഫ് കമ്പയർഡ് ടു നമ്മുടെ ഈ ബൈക്കും നമ്മുടെ കാറും ഒക്കെ. കാർ ഓടിക്കുന്ന ആൾ പാനിക്കായി പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ പണി പാളും. ഇപ്പോൾ ആന ഫ്രണ്ടിൽ വരുമ്പോൾ അത് ചെയ്യണം, ലൈറ്റ് ഓഫ് ചെയ്യണം, ഹോൺ അടിക്കരുതെന്നൊക്കെ പറയാം നമുക്ക്. പക്ഷേ ആ ഒരു സമയത്ത് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് മുള്ളത്തേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം ആ ടൈമിൽ നമുക്ക് മറ്റേ കരടി വന്നാൽ ചത്ത പോലെ കിടക്കണം എന്നൊക്കെ പറയുന്ന പോലെ തിങ്ങി നിറഞ്ഞ കാടും ആ കാട്ടിലിങ്ങനെ കോട മൂടി നിൽക്കുന്നതും. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ സ്കൂൾ ടൈമിൽ മുതലേ അങ്ങനത്തെ വാൾപേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്ത് വെക്കുമായിരുന്നു. അത് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഡ്രീമിലേക്ക് എത്തിയ പോലൊരു ഫീലായിരുന്നു. അതെ, ഈ ഒരു വിഷ്വൽ നോക്കി, ഈ ഒരു ബൈക്കും ഈ ഒരു ഫ്രെയിമും സൂപ്പർബല്ലേ, ഒരു ഡ്രീമി ഫീലല്ലേ. ഞാൻ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞേ, എനിക്ക് പോലും അറിയത്തില്ല. അതിനെല്ലാം കാരണം ദേ ചാത്തൻ്റെ കളികളാണ്. കാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ സീനാ. ഒരു കോടയും മഴയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ല, ഞാൻ വെറുതെ പൊളിമൂട് അമ്പാടി ആക്കിയേനെ. ചോക്ലേറ്റ് കിട്ടുന്ന ഫീലാണ് ഈ ഒരു ബൈക്ക് എൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത്. മെയിൻലി ആ ട്വിൻറ്റിൻ്റെ എക്സോസ്റ്റ് നോട്ടും. ഒരിക്കലും കാടിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ളൊരു എക്സോസ്റ്റ് നോട്ടും ഒന്നും അല്ല കേട്ടോ ഈ ഒരു ബൈക്കിന്. ഭയങ്കര കൂളാണ്, ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ളൊരു എക്സോസ്റ്റാണ്. നല്ല ഫീലുള്ളൊരു ഗ്രണ്ടാണ് ഇതിൽ വരുന്നത്. ഒരിക്കലും പട്ടപ്പട്ട എന്ന് പറഞ്ഞൊരു സാധനം ഈ ഒരു ബൈക്കിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു കാട്. ഞാൻ ഈ കാടിനെ പറ്റി എനിക്ക് അധികം പറയാനായിട്ടൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പല പ്രാവശ്യം ഞാൻ ഇതിൽ റൈഡ് വന്നിട്ട് അപ്പോഴൊക്കെ വ്ലോഗ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും വാൽപ്പാറ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സംതിങ് പൊളിമൂട് അമ്പാടി. നല്ലൊരു വെതറാട്ടോ, അങ്ങനെ ചൂടില്ല. പിന്നെ അത് മാത്രമല്ല നല്ല പച്ചപ്പുണ്ട്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ആക്ച്വലി ഇറ്റ്സ് എ വണ്ടർഫുൾ വെതർ. അമ്മേ, അങ്ങനെ നല്ല റോഡ് കഴിഞ്ഞു കേട്ടോ. ഇനി ഇപ്പോൾ ഹിമാലയൻ പറക്കും, ഞാൻ എഴയും. ഇല്ല, ഇവിടെയും ടാർ ചെയ്തിട്ടുണ്ട്. അയ്യോ, കുറേ നാളായിട്ട് മിസ് ചെയ്ത ഒരു സംഭവം കയ്യിലേക്ക് വന്ന പോലെ ഉണ്ട്. റിയലി മിസ് ദിസ്, റിയലി മിസ് ചെയ്തു. താങ്ക് യു സോ മച്ച് അർബൻ ലോക്കോമോട്ട്. ഇത് കണ്ടോ നമ്മുടെ വെള്ളാട്ട് പോക്കര്. സുധിച്ചേട്ടനൊക്കെ എത്രയോ യാത്ര ചെയ്ത മനുഷ്യനാണ്. പക്ഷേ പുള്ളിക്ക് ഇതൊക്കെ ഒരു കുഞ്ഞു യാത്രകളാണ്. പക്ഷേ അതെല്ലാം പുള്ളി ഓരോ യാത്രയും ചെറുതാണെങ്കിൽ പോലും എല്ലാം എൻജോയ് ചെയ്യുവാണ് എല്ലാവരും. ഒറ്റയ്ക്കും കൂട്ടുകാരായിട്ടും അച്ഛനായിട്ടും എല്ലാം ഒരുപാട് യാത്ര ചെയ്ത ഒരു വഴിയായത്. സ്റ്റിൽ മൈ ഫേവറേറ്റ്.
പാച്ചസ് വലിയ കുഴപ്പമില്ല. ഇതൊന്നും സീനില്ല. ഇതൊക്കെ സൂപ്പർ മീറ്റിയർ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. സീൻ റോഡ് പാച്ച് വർക്ക്. പക്ഷേ ഈ പാച്ച് വർക്ക് സീനില്ല കേട്ടോ. നമ്മുടെ ഈ എൻ്റെ സൂപ്പർ മീറ്റിയർ ആയത് കാരണമാണ് ഈ അടി നെഞ്ചെല്ലാം കുലുങ്ങത്. കുലുങ്ങാത്തൊരു സ്ഥലം പോലില്ല. കാരണം ബോഡി ഫുള്ള് കിടന്ന് കുലുങ്ങുക. മറ്റേ സസ്പെൻഷൻ സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷനാണ്. പക്ഷേ ഹിമാലയനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൈൻഡ് ഓഫ് അഡ്വഞ്ചറിലൊന്നും ഇത് അറിയത്തും കൂടിയില്ല. ഇത് ചെറിയ കല്ലൊക്കെ നമ്മൾ പെറുക്കി എടുക്കുന്ന പോലെ നമ്മുടെ ദേഹത്ത് അടി വരും. ഈ ഒരു ബൈക്ക് ഇവിടെ ഓടിക്കേണ്ട ഒരു ബൈക്കല്ല, അതാണ് സംഭവം. കൈ കൊടുത്ത് കീറിട്ട കുട്ട. അമ്മേ, ഇത് പോകുന്ന പോലെ അത് പോകാൻ പറ്റില്ല. അല്ല, അത് പോകുന്ന പോലെ ഇത് പോകാൻ പറ്റില്ല. അതേ വരുന്ന എൻ്റെ മോനെ അതേ പോണ. ഇവൻ സീനാണല്ലോ. ഇവൻ്റെ സീൻ എന്താ അറിയോ? ഈ റോഡിൽ പോകുമ്പോൾ കല്ലടിച്ച് അണ്ണാക്കി കയറും. മിക്സിയിലിട്ട് അടിച്ച പോലെ എന്തൊരു കുലുക്കുക. അതേ പോണ് അങ്ങോട്ട്. എങ്ങോട്ടാ? കുരുത്തക്കേട് അടിച്ചിട്ട് നോക്കുക. അയ്യോ, വീഴല്ലേ, പായസത്തിൽ വീണ പോലെ ഇരിക്കുവേ. കൊയ്യാന്നിരിക്കുന്നു. ചേട്ടാ, ഞാൻ പോയിട്ട് പായസം തീർന്നില്ലത്. മുടിയാട്ടും കടലും കണ്ടേ. നമ്മളത് മലക്കപ്പാറ എത്തിയിട്ടാ ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ കാടൊക്കെ കഴിഞ്ഞു. തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ കാണുന്നതാണ് തേയിലത്തോട്ടങ്ങൾ. കണ്ടില്ലേ? തേയിലത്തോട്ടം കണ്ടില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. താഴെ നിന്ന് വന്ന പാസ് ഉണ്ടല്ലോ, അത് നമുക്ക് അവിടെ ഏൽപ്പിക്കണം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോറസ്റ്റ് സ്റ്റേഷനാണ് ഇത്. കണ്ടോ, നല്ല തിരക്കുണ്ടല്ലോ ഇന്ന്. ആരാണ് ഈ രംഗയ്യ? ഒരുപാട് വൈറലായിട്ടുള്ള സംഭവം. ഇത് കേരളത്തിലെ റോഡ്. ഇതിപ്പോൾ കാണിച്ചിട്ടാ തമിഴ്നാട്. നമ്മൾ കേരളത്തിൽ 8 എടുക്കാൻ പഠിച്ചത് എത്ര നല്ല കാര്യം. അപ്പോൾ 8 എടുത്ത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് തമിഴ്നാട്. ഇവിടെ ഇനി എന്ത് സേങ്ങയാണെന്നാവോ. ഇത് തമിഴ്നാട്. അയ്യോ, ഇതാണ് ആ മാറ്റം. ശാന്തി, സമാധാനം. ഇനി പൊളിമുടമ്പാടി. നമ്മളങ്ങനെ ബോർഡർ ക്രോസ് ചെയ്തിരിക്കുന്നു. തമിഴ്നാടിൻ്റെ മണ്ണിലേക്ക് അല്ല, ടാറിലേക്ക് ടയറെടുത്ത് കുത്തിയിട്ടുണ്ട്. അങ്ങ് വിദൂരതയിൽ കാണുന്നതാണ് നമ്മുടെ ഷോളയാർ ഡാം. ഡാം ഷട്ടറൊക്കെ തുറന്നു കിടക്കാനുള്ള വെള്ളമില്ല ഇപ്പോൾ. പണി നടക്കും കേട്ടോ. വാൽപ്പാറയിൽ മുന്നേ ഞാനും അച്ഛനും കൂടി 1 മാസം മുന്നേ വന്നിട്ട് ഒരു ബംഗ്ലാവിലൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും. മിക്കവാറും ഈ വ്ളോഗായിരിക്കും ഞാൻ ആദ്യമേ ഇടുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് വ്ളോഗ്. അതൊരു എക്സ്ക്ലൂസീവ് കണ്ടൻറ്റാണ്. അടിപൊളിയാണ്. എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ലായിരുന്നു ആ ഒരു സംഭവം. ഞാൻ ഈ വാൽപ്പാറയിലൊക്കെ വരുന്ന കാലം മുതലേ ഇവിടുത്തെ റോഡ് ഈ ഒരു കണ്ടീഷനാണ്. ഒരു കേടുപാടും വന്നിട്ടില്ല. കണ്ടേ കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ, ഞാനെന്ന ഭാവം മാഞ്ഞേ. ഈ റോഡിൻ്റെ കിടപ്പൊരു സീനാട്ടോ. ശരിക്കും നമ്മുടെ ദോശയൊക്കെ മലത്തി അടിക്കില്ലേ, അതുപോലെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കിടത്താൻ തോന്നും. പക്ഷേ ഈ സൂപ്പർ മീറ്റിയർ പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കിടത്തിയപ്പോൾ തന്നെ ഫുഡ് റെസ്റ്റ് വരഞ്ഞു. എൻ്റെ ജീവൻ പോയി. R15 ഒക്കെ ആണെങ്കിൽ ഇത് പക്ഷെ ഫണ്ണാട്ടോ ഓടിക്കാനായിട്ട്. നമുക്ക് ഓടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ കോണേഴ്സ് ഇറ്റ്സ് ടെംപ്റ്റിങ്.
അധികം കിടത്താനും പറ്റത്തില്ല ഇവന്. ഐ മീൻ ലവ് വിത്ത് ദിസ് മിഷൻ മാൻ. അപ്പോൾ നമ്മുടെ വാൽപ്പാറ വെലോണി എസ്റ്റേറ്റ് 4 കിലോമീറ്റർ. കുറച്ച് നമ്മുടെ വാൽപ്പാറ ടൗണൊക്കെ എത്തുന്നതിന് മുന്നേ ഈ ഒരു ഷോപ്പ് ഞാൻ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ബിരിയാണി ഒക്കെ കഴിക്കട്ടെ. ഇവിടെ ബിരിയാണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമറ്റ് മാറി തുടങ്ങിയിട്ടുണ്ട്, മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മഴ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയാലാണ് വാൽപ്പാറയ്ക്ക് പോകുന്നത്, റൈറ്റ് പോയാൽ ടൗണിലേക്ക് പോകും. ഇതാണ് നമ്മുടെ റൊട്ടിക്കട വഴിയുള്ള വഴി. ഭയങ്കര രസമുള്ള റൂട്ടാണ്. ഈ ഒരു റൂട്ട് നിങ്ങൾ എന്തായാലും നോക്കി വെച്ചോ. പോയിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്രോൾ അടിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം വാൽപ്പാറ ടൗണിൽ പോകണമെങ്കിൽ ആ റൂട്ടിൽ പോയാൽ മതി. ഇല്ല എങ്കിൽ ഈ റൂട്ട് കയറി കഴിഞ്ഞാൽ പീസ്ഫുള്ളായിട്ട്, ഇപ്പോൾ പീസ്ഫുള്ളല്ല കാരണം എല്ലാവർക്കും ഈ വഴി അറിയാം, പീസ്ഫുള്ളി നിങ്ങൾക്ക് പോകാൻ പറ്റും. അധികം കിടത്താനും പറ്റത്തില്ല. റോഡാണെങ്കിൽ അങ്ങ് കിടക്കടാ എന്നും പറഞ്ഞ് കിടക്കുക. അയ്യോ, ഇതൊക്കെ ഒന്ന് മാറ്റി തരുമോ എൻ്റെ വണ്ടി ഒന്നൊക്കെ? എന്താ ചെയ്യുക, ബോഗിയമില്ല കണ്ടു കഴിഞ്ഞാൽ പിന്നെ വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്, നീ വന്നിരിക്കാമോ എന്റെ കോമള മമ്മുഖത്ത്. നാണമല്ല ഞാനൊരു പൂവിൻ മുട്ടല്ലേ, എന്നെ പറിച്ചെടുക്കരുതേ. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്, നീ വന്നിരിക്കാമോ എന്റെ കോമള മമ്മുഖത്ത്. വട്ടം പറന്നു വയ്യേ വന്നൻ ചേർന്നു തരാമോ, സുഗന്ധം കൊണ്ട് ഞാൻ നിനക്ക് സുഖം പകർന്നിടാം. നമ്മുടെ ഈ വാൽപ്പാറ ഉണ്ടല്ലോ, 7ാം സ്വർഗം എന്ന് പറയുന്നത് വെറുതെ അല്ലാന്ന്. ഇത് കണ്ടില്ലേ എന്ത് രസം നോക്കിയ ഒരു ഫ്രെയിം. തൊട്ട് താഴത്തായിട്ട് നമ്മുടെ സൂപ്പർ മീറ്റിയോർ ഇരിപ്പുണ്ട്. വാൽപ്പാറയിലെ മഞ്ഞും മഴയും കോടിയും എല്ലാം തിരികെ വന്നിട്ടുണ്ട്. എന്താ പറയുക, ഒരു അടിപൊളി ക്ലൈമറ്റ്, ലിറ്ററലി എൻജോയിങ്. പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ഈ ബൊഗെയിൻവില്ല ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുവാണ്. ഐ എം ലിറ്ററലി സോ ഹാപ്പി. കുറേയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയി, ഞാൻ പോട്ടെ. അയ്യോ, ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലത്തെ കാഴ്ചകൾ മാത്രം മതി, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് മതി നമുക്ക് നമ്മുടെ റിയൽ ഹാപ്പിനെസ് കിട്ടാനായിട്ട്. ജസ്റ്റ് ത്രോട്ടിൽ ഔട്ട്. അപ്പം മഴ അങ്ങോട്ട് പെയ്തപ്പോഴാട്ടോ ആ ഒരു റിയൽ ബ്യൂട്ടി അങ്ങോട്ട് പുറത്തേക്ക് വന്നത്. ഇതുവരെ ഭയങ്കര ഡൗൺ ആയിരുന്നു. ഇപ്പം ഞാനും ഓണായി, നമ്മുടെ ക്ലൈമറ്റ് മൊത്തത്തിൽ ഓണായി, നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നവർ ഓണായി. ടോട്ടലി പൊളിമൂട് അമ്പാടിയായി. എന്താ ചേട്ടാ ഇങ്ങനെ ഇരിക്കണേ, പൊളിക്കണ്ടേ നമുക്ക്? മേളിൽ കോടയൊക്കെ വന്നേ, വണ്ടിയുടെ കൺട്രോളൊക്കെ പോകുന്നു. ആരോ ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കുന്ന പോലെയുള്ള സംഭവങ്ങളാണ്. ഈ ക്ലൈമറ്റ് വരുമ്പോൾ ഈ റോഡ് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഞാനിവിടെ എത്തിപ്പെടണം, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ കിട്ടണം, ആ ചേച്ചിയോടെ കോടയും പിടിച്ച് പോകണം. മുന്നേ എഴുതപ്പെട്ട വിധി പോലെ എന്തൊക്കെയോ നടക്കുന്നു ലൈഫിലല്ലേ, ഒന്നും നമ്മുടെ കയ്യിലല്ല. വാൽപ്പാറ 6 കിലോമീറ്റർ. നമുക്കിപ്പോൾ ടൗൺ ടച്ച് ചെയ്യാണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നവരെല്ലാം പോയി, ഇനി നമുക്കും പോവാം. ഞാൻ പറഞ്ഞാൽ മറക്കണ്ട, നിങ്ങൾക്ക് പെട്രോൾ എന്തെങ്കിലുമൊക്കെ ഫ്യൂലൊക്കെ ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ പണി പാളും. എത്ര നാളെന്നറിയോ ഇതുപോലൊരു ക്ലൈമറ്റ് കിട്ടിയിട്ട്, എത്ര നാളെന്നറിയോ ഇതുപോലൊരു മഴ നനഞ്ഞ് ബൈക്ക് ഓടിച്ചിട്ട്, എത്ര നാളെന്നറിയോ മനസ്സറിഞ്ഞൊന്ന് സന്തോഷിച്ചിട്ട്. ഞാനിന്ന് ഈ ബൈക്ക് അർബനിയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എനിക്കൊരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് കോട കാണണം, ആ മഴയുടെ ആ ഒരു ക്ലൈമറ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. ഫൈനലി
ഐ ഗോട്ട് ഇറ്റ്. മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് മിസ്റ്റ് സ്പ്രെഡിങ് സോൺ കാണാൻ പറ്റും. ലിറ്ററലി അവിടെ മിസ്റ്റ് സ്പ്രെഡ് ആയിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ. അതാണ് അവിടുത്തെ മെയിൻ പ്രത്യേകത. ആൻഡ് ലെറ്റ്സ് സീ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനും എൻ്റെ മനസ്സും വെറുതെ ഇരിക്കത്തില്ല. എന്താ സീനാന്ന് നോക്കിയേ എൻ്റെ മോനെ. അയ്യോ ഞാൻ കോടയിൽ മാഞ്ഞു പോകാൻ പോവാട്ടോ. നിങ്ങൾ ഇനി എന്നെ പിടിച്ചേ കിട്ടത്തില്ല. ഞാൻ ഇവിടെ വന്നു, വാൽപ്പാറ എന്നെ ഹാപ്പി ആക്കി. സോ ഹാപ്പി. പ്രതീക്ഷിച്ച പോലെ തന്നെ. എന്തായാലേ സൂപ്പറായിട്ടുണ്ട്. മനമാകെ നിറയും മഴവിൽ നീയാണ്, മധുരം തൂവും മഴയും നീയാണ്. ഞാൻ നിഴലായി മാറുന്നു, കണ്ണിൽ തേൻ ചോരുന്നു. കഥയിൽ നീ അകലെ എൻ കണ്ണിൽ കണിയായി. मैं आशिक हूँ, आवारा हूँ, अनजाना हूँ, दीवाना है. मैं आशिक हूँ, आवारा हूँ, अनजाना हूँ, दीवाना हूँ. മലഞ്ചെരുവ് ഇങ്ങനെ വരുന്ന സമയത്ത് മഴ മാറിയും കുറഞ്ഞും കൂടിയൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. സെയിം ടൈം കുറച്ച് റിസ്ക് ആണ്. അയ്യോ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് മഴ കൂടി. അയ്യോ മഴ വേണ്ട, മഴ വേണ്ട, മഴ സീനാണ്. മഴ കൂടിയിട്ടാ. അയ്യോ ദിസ് ഈസ് ഒന്നുമേ കാണാൻ മുടിയാതെ. ഇവിടെ എല്ലാവരും നിർത്തിയിട്ടുണ്ടല്ലോ. ഓ റെയിൻ കോട്ട് എടുത്തിട്ടാണോ? ഞാൻ മിക്കവാറും ഇപ്പം തന്നെ ഇതെടുത്ത് വെക്കും, അല്ലെങ്കിൽ പണി പാളും. അയ്യോ എൻ്റെ ദൈവമേ. सा पा पा मग परे मग सा पा पा म प ध प सा पा पा मग परे मग सा पा पा म प ध प ग प सा सा नि स रे सा ग प सा सा नि स रे सा स रे म ग रे स रे नि स ध प स रे म ग रे स रे नि स ध प सा ध नि रे सा ग प स ग रे ग म ग ग प स रे. എന്തായാലും രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആട്ടോ വാൽപ്പാറയിൽ. നിങ്ങൾ മിസ്സാക്കരുത്. നിങ്ങൾ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല കലക്കം ക്ലൈമറ്റ് കിട്ടും. നിങ്ങൾ കയറി വരുമ്പോൾ ഇതിപ്പോൾ മഴ മേളിൽ പെരുമഴയാണ് നടക്കുന്നത്. ഇവിടെ താഴത്തേക്ക് വന്നപ്പോഴത്തേക്ക് ആ മഴയൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ എന്താണേലും ഫുള്ള് നനഞ്ഞു കുളിച്ചു. നിന്നങ്ങോട്ട് നനഞ്ഞു. വീഡിയോ ഒന്നും എടുക്കുന്നില്ലായിരുന്നെങ്കിൽ ശരിക്കും നിന്നങ്ങ് നനഞ്ഞേനെ. ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇന്നൊന്നും ഞാൻ തിരിച്ചിറങ്ങത്തു കൂടിയില്ല. അതുപോലത്തെ ക്ലൈമറ്റ് ആയിരുന്നു. അയ്യോ അടിപൊളി ക്ലൈമറ്റ്. വാൽപ്പാറയിൽ നല്ല, നമ്മുടെ മലക്കപ്പാറയിൽ വലിയ ക്ലൈമറ്റ് ഇല്ല എങ്കിലും വാൽപ്പാറ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഒരു മഴനിഴൽ പോലെ ഇവിടെയും ചെറുതായിട്ടിങ്ങനെ പെയ്ത് മാറിയിട്ടുണ്ട്. എന്തായാലും പച്ചപ്പും തണുപ്പും മഞ്ഞും കോടയും എല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്ന ഒരു തുടക്കം മാത്രമാണ്. ഈ സംഭവം ഇവിടെയും പണിത് വെച്ചു കേട്ടോ. നമ്മുടെ മസനഗുഡിയിലുണ്ടായിരുന്ന ഈ റോളർ പോലത്തെ സാധനം ഉണ്ടല്ലോ, ഇത് ആക്സിഡൻറ്റ് ഉണ്ടാവാണ്ടിരിക്കാൻ. ഇപ്പോൾ ഇതിൽ തട്ടിയാലും റോൾ ചെയ്ത് നേരെ ഇങ്ങോട്ട് വന്നോളും. നല്ല സംഭവം അത്. അപ്പോൾ ഇവിടെയൊക്കെ വെക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. ഇവിടെയൊക്കെ ആനയുടെ ബോർഡ് വെച്ചേക്കുന്നുണ്ടോ? ആന ഇറങ്ങാൻ ചാൻസ് ഉള്ളതാണ്. ആ യൂണിക്കോണേ പുള്ളി വണ്ടി ഓഫ് ചെയ്താൽ പോകുന്നത് കേട്ടോ. ചെരുവ് പിടിച്ചങ്ങ് പോവുക. എന്ത് റിസ്ക്കാണെന്നറിയോ? ഇതുപോലെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ റോളർ കോസ്റ്ററൊക്കെ വെച്ചേക്കുന്നത് ഇവിടെ. ശരിക്കും ഇത് എൻജോയ് ചെയ്യാൻ കാരണം എന്താ, ഈ ഒരു ബൈക്കാട്ടോ. ഒക്കെ ഓഫ് ചെയ്താണെന്നേ പോകുന്നത്. എൻ്റെ ശിവനെ. അപ്പോൾ മലക്കപ്പാറ വഴി, നമ്മുടെ അതിരപ്പള്ളി മലക്കപ്പാറ വഴി വന്നാൽ മതി, ഒരു സീനുമില്ല. കുറച്ച് ഭാഗം മാത്രമേ റോഡ് മോശമുള്ളൂ. വലിയ സീനൊന്നുമില്ല. നോക്കി അങ്ങ് എടുത്താൽ മതി, വേറെ പ്രശ്നമില്ല. കാരണം വൈബ് ആ റൂട്ടാണ്. നമ്മുടെ ഇത് വെറുതെ കുറേ ഹൈവേ ഓടിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. ഇതാകുമ്പോൾ നമുക്കൊരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ബൈക്ക് എടുത്ത് വരുന്ന സമയത്ത് പില്യണം ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഒരാളുണ്ടായിരുന്നെങ്കിൽ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് രസമായിരിക്കും. ആ സെയിം പ്രാന്തുള്ള ഒരാൾ
പിന്നെ ഞാൻ ലൈഫ് വേറൊരു കാര്യം കൂടി തീരുമാനിച്ചു. ഇനി ഞാൻ ഇടയ്ക്ക് ഞാൻ വേറെ ഒരു കൊളാബറേഷനൊക്കെ ചെയ്തായിരുന്നു, ലൈക്ക് ഒരു റിസോർട്ടിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട്. പക്ഷേ വേണ്ട, ഇനിയിപ്പോൾ അങ്ങനെയുള്ള ആ കൈൻഡ് ഓഫ് കൊളാബറേഷൻസ് ഒന്നും ഞാൻ ചെയ്യില്ല. ലൈഫിൽ ഇനി എന്തെങ്കിലും പെർമനൻ്റ് ആയിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് വർക്ക് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചേക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താലും അത് ബാക്ക് ഫെയർ ചെയ്യുന്നൊരു ടൈമാണ്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കംഫർട്ട് സോണുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം അല്ലെങ്കിൽ നമ്മുടെ അവരോടുള്ളൊരു റെസ്പെക്റ്റ് ആൻഡ് വാല്യൂ, ആ ഒരു സ്നേഹമൊക്കെ കൊണ്ടിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ അതെല്ലാം നമ്മൾക്ക് ഒരിക്കലും വേറൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കൽ എളുപ്പമല്ല. അപ്പോൾ കമൻസും എല്ലാം കൂടി വന്നപ്പോഴത്തേക്കും രസമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ പോകുമ്പോഴുള്ളൊരു ഗുണം എന്താ അറിയോ, ഇപ്പോൾ അവർ രണ്ടുപേരും പോകുന്ന കേട്ടോ, കേരള വണ്ടിയാണ്, അതാരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല. രണ്ടുപേരും കഥയൊക്കെ പറഞ്ഞ് ഒരിക്കലും ഇതിപ്പോൾ 100-400 കിലോമീറ്റർ ഇപ്പോൾ ഇവർ ഓടിക്കുന്നുണ്ട്. ബൈക്കിൽ ഇരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പുറകിലിരിക്കുന്ന ആൾക്കുണ്ടാവും. പക്ഷേ ഇത്രയും കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന കാരണം ആ ഒരു ഡിസ്റ്റൻസ് കവറാവുന്ന ഒന്നും ഫീൽ ചെയ്യത്തേ ഇല്ല. മൈറ്റി വ്യൂ, എന്ത് വ്യൂ അല്ലേ, പിടിച്ച് കടിക്കാനേപ്പോൾ. അയ്യോ സെയിം വ്യൂ ആണല്ലോ. വെള്ളമൊന്നും ഇല്ല ഇത്രയും മഴയൊന്നും പെയ്തിട്ട്. എപ്പോഴും ഇருக்கு ചൊറിഞ്ഞിട്ടിருக்கு, ചൊറിഞ്ഞോണ്ടിരിക്കുവാണല്ലോ. എന്താ കഴിക്കണ കാര്യമായിട്ട്, തേങ്ങയാണോ പോട്ടറാ? നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ടേ? ആദ്യമേ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നായിരുന്നു കൺഫ്യൂഷൻ, ഇപ്പോൾ എങ്ങനെ എൻഡ് ചെയ്യും എന്നായി. ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയാലോ? അതാണ് എനിക്കിഷ്ടം. റോയൽ എൻഫീൽഡിൽ ഏത് ബൈക്കാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, ദിസ് സൂപ്പർ മീറ്റിയോർ 650. വേറെ ലെവൽ ബൈക്കായത്, ഒന്നും പറയാനില്ല, അത്ര അടിപൊളിയാണ്. സെയിം എഞ്ചിൻ തന്നെയാണ് നമ്മുടെ GT-ക്കും അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർസെപ്റ്ററിനൊക്കെ വരുന്നത്. എന്നാലും എന്തോ ഈ ഒരു ബൈക്കിനോട് ഭയങ്കര ക്രൈസും ഇഷ്ടവും ഓടിച്ചോടിച്ച് അങ്ങനെ വന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്താ അല്ലേ, മല നോക്കി. ഇപ്പോൾ മല നോക്കിയപ്പോൾ മേളിലോട്ട് പോയേനെ. വളയുടെ അങ്ങോട്ട്, വളയുടെ കുട്ട. വാൽപ്പാറയിൽ മെയിൻ ഗുണം ഇതാന്നേ. ഇപ്പോൾ നമ്മൾ മൂന്നാറോ വാഗമണ്ണോ ഒക്കെ ഈ ഒരു ദിവസം പോവുകയാണെങ്കിൽ കണ്ടല്ലോ, കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, റൈഡും എൻജോയ് ചെയ്യുക. ലൈഫിൽ പെർമനൻ്റ് ആയിട്ട് പില്യനായിട്ട് കൂടാൻ താല്പര്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കഥയൊക്കെ പറഞ്ഞ് ഞാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്താ ഫ്രെയിമെന്ന് നോക്കിയാൽ അടിപൊളി ഫ്രെയിം അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരത്ത് സൺസെറ്റ് മിക്കവാറും കൊല്ലങ്കോട് ഭാഗത്തുനിന്ന് എവിടെന്നെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തായാലും അതുവരെ ഞാൻ ഈ വ്ളോഗ് വലിച്ചു നീട്ടുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. താങ്ക് യു സോ മച്ച്. എന്തായാലും വാൽപ്പാറയുടെ ഈ ഒരു വ്ളോഗ് അല്ലാണ്ട് വേറൊരു വ്ളോഗും വരുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇവിടെയൊക്കെ തൊട്ടും തൊടാണ്ടൊക്കെ എടുത്ത്. റോയൽ എൻഫീൽഡിൻ്റെ ബൈക്സ് നിങ്ങൾ ഏതെങ്കിലും നോക്കുവാണ് എങ്കിൽ സൂപ്പർ മീറ്റിയോറോ ഹിമാലയൻ 450 ഹിമാലയൻ 450 ഒരെണ്ണം നമ്മുടെ അർബൻ ലോക്കോമോട്ടറിൽ റെഡി സ്റ്റോക്ക് ഉണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എന്തായാലും അവിടുത്തെ കോൺടാക്ട് നമ്പർ ഞാൻ താഴ്ത്ത് കൊടുത്തേക്കാം, ആഷിഫിക്കയുടെ നമ്പർ കൊടുത്തേക്കാം. പിന്നെ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സെയിൽസിൻ്റെയും അതുപോലെ തന്നെ അപ്പാരൽസിൻ്റെയും എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ആലുവയിൽ കമ്പനിപ്പടിയിലാണ് നമ്മുടെ അർബൻ ലോക്കോമോട്ട് ഷോറൂം ഉള്ളത്. താങ്ക് യു സോ മച്ച് അർബൻ ലോക്കോമോട്ട്, യാസിക്ക, ആഷിഫിക്ക, നമ്മുടെ സുജിത്തേട്ടൻ, എല്ലാവർക്കും എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ആൻഡ് നന്ദി അറിയിച്ചുകൊണ്ട് ഞാനിവിടെ നിന്ന് വിട വാങ്ങുന്നു. അപ്പോൾ എന്താ, അടുത്ത വ്ളോഗിൽ കാണാം. ശരി എന്നാ, കേട്ടോ. ആഹാ, തമിഴ്നാടൻ റോഡ്സ്, പുളിമൂട്, അമ്പാടി. പട്ടി വേണ്ട. അപ്പോൾ ഓക്കെ.